സന്തോഷധ്വനിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദൈവം ഹൃദയത്തെ നോക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? 1 ശമൂവേൽ 16 അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം ഞാൻ വായിക്കാം. ശ്രദ്ധിക്കുക. മനുഷ്യൻ നോക്കുന്നത് പോലെയല്ല, മനുഷ്യൻ കണ്ണിന് കാണുന്നത് പോലെ നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു എന്ന് അരുളി ചെയ്തു. പ്രിയമുള്ളവരെ, ബാഹ്യരൂപങ്ങൾ നോക്കിയാണ് ആളുകൾ മറ്റുള്ളവരുടെ സ്വഭാവത്തെയും മൂല്യത്തെയും വിലയിരുത്തുന്നത്. ഒരാൾ ഉയരമുള്ളവനും സുന്ദരനും നല്ല ശാരീരിക പ്രകൃതിയും നന്നായി വസ്ത്രം ധരിച്ചവനുമാണെങ്കിൽ അങ്ങനെയുള്ളവരെ മനുഷ്യർ പൊതുവെ അഭിനന്ദിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ള ശാരീരിക ഗുണങ്ങളാണ് പലപ്പോഴും ഒരു നേതാവിൽ നമ്മൾ അന്വേഷിക്കുന്ന ഗുണങ്ങൾ. എന്നാൽ ദൈവത്തിന് ഒരു വ്യക്തിയുടെ ഉള്ള് കാണാനുള്ള അമൂല്യമായ കഴിവ് ഉണ്ട്. പ്രിയരെ, ദൈവം നമ്മുടെ യഥാർത്ഥ സ്വഭാവം അറിയുന്നു, കാരണം അവൻ ഹൃദയത്തിലേക്ക് നോക്കുന്നു. 1 ശമൂവേൽ 16 അധ്യായത്തിൽ ഇസ്രായേലിൻ്റെ അടുത്ത രാജാവായി അഭിഷേകം ചെയ്യാൻ ശമൂവേൽ പ്രവാചകൻ ബേത്ലഹേമിലെ ഈശായിയുടെ വീട്ടിലേക്ക് പോകേണ്ട സമയമായി. ശമൂവേൽ ഈശായിയുടെ മൂത്ത മകനായ ഏലിയാബിനെ നോക്കിയപ്പോൾ താൻ കണ്ടതിൽ ശമൂവേലിന് മതിപ്പുളവായി. തീർച്ചയായും ഞാൻ അഭിഷേകം ചെയ്യാൻ യഹോവ ആഗ്രഹിക്കുന്ന പുരുഷൻ ഇയാളാണ് എന്ന് പ്രവാചകൻ പറഞ്ഞു. എന്നാൽ ദൈവം ശമൂവേലിനോട് പറഞ്ഞു, അവൻ്റെ രൂപമോ ഉയരമോ നോക്കരുത്, കാരണം ഞാൻ അവനെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. മനുഷ്യർ കാണുന്നത് പോലെയല്ല ദൈവം കാണുന്നത്. മനുഷ്യർ ബാഹ്യരൂപം നോക്കുന്നു, എന്നാൽ യഹോവ ഹൃദയത്തിലേക്ക് നോക്കുന്നു. ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവായ ശൗൽ ഉയരമുള്ളവനും സുന്ദരനുമായിരുന്നു. ശമൂവേൽ ശൗലിനെ പോലെയുള്ള ഒരാളെ അന്വേഷിച്ചിരിക്കാം. ഏലിയാബിൻ്റെ രൂപം വളരെ ശ്രദ്ധേയമായിരുന്നു. എന്നാൽ ഇസ്രായേലിൻ്റെ രാജാവായി അഭിഷേകം ചെയ്യാൻ ദൈവം വ്യത്യസ്തനായ ഒരു മനുഷ്യനെ മനസ്സിൽ കരുതിയിരുന്നു. ദൈവത്തിൻ്റെ സ്വന്തം ഹൃദയത്തിന് യോജിച്ച ഒരു മനുഷ്യനെയാണ് താൻ അന്വേഷിക്കുന്നതെന്ന് കർത്താവ് നേരത്തെ ശമൂവേൽ പ്രവാചകനോട് വെളിപ്പെടുത്തിയിരുന്നു. ശമൂവേൽ പ്രവാചകൻ ഇശായിയുടെ 7 മൂത്ത പുത്രന്മാരെയും നോക്കി, പക്ഷേ കർത്താവ് അവരെയെല്ലാം തള്ളിക്കളഞ്ഞു. വിശ്വസ്ത ഹൃദയമുള്ള ഒരാളെ ദൈവം അന്വേഷിച്ചു, ഇശായിയുടെ ഇളയ മകനായ ദാവീദ്. അവൻ ആടുകളെ മേയ്ക്കാൻ പുറത്തു പോയിരിക്കുകയായിരുന്നു. അവർ അവനെ വിളിക്കാൻ പോലും തയ്യാറായില്ല. ശമൂവേൽ മറ്റു പുത്രന്മാരെ കടന്നുപോയതിനു ശേഷം അവർ ദാവീദിനെ വിളിച്ചു. ഇവൻ ഇതാ എന്ന് കർത്താവ് പറഞ്ഞു. ശമൂവേൽ പ്രവചനം 16 അധ്യായം 12-ാമത്തെ വാക്യം ഞാൻ വായിക്കാം. ഉടനെ അവൻ ആളയച്ച് അവനെ വരുത്തി. എന്നാൽ അവൻ പവിഴ നിറമുള്ളവനും സുനേത്രനും കോമളരൂപിയും ആയിരുന്നു. അപ്പോൾ യഹോവ, എഴുന്നേറ്റ് ഇവനെ അഭിഷേകം ചെയ്യുക, ഇവൻ തന്നെയാകുന്നു എന്ന് കൽപ്പിച്ചു. അങ്ങനെ ശമൂവേൽ തൈലക്കൊമ്പ് എടുത്ത് അവൻ്റെ സഹോദരന്മാരുടെ നടുവിൽ വെച്ച് അവനെ അഭിഷേകം ചെയ്തു. ദാവീദ് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പായിരുന്നു. അപൂർണനെങ്കിലും വിശ്വസ്തൻ, ദൈവത്തിൻ്റെ ഹൃദയത്തിന് യോജിച്ച ഒരു മനുഷ്യൻ. അവൻ സുന്ദരനാണെന്ന് ബൈബിൾ പറയുന്നുണ്ടെങ്കിലും ദാവീദ് ഒരു ശ്രദ്ധേയനായ വ്യക്തിയായിരുന്നില്ല. എന്നാൽ ദാവീദ് ദൈവത്തിന് യോജിച്ച ഒരു ഹൃദയം വികസിപ്പിച്ചെടുത്തിരുന്നു. വയലുകളിൽ ഒറ്റയ്ക്ക് ആടുകളെ മേയിച്ചുകൊണ്ടിരുന്ന സമയത്ത് ദാവീദ് ദൈവത്തെ തൻ്റെ ഇടയനായി അറിഞ്ഞു. സങ്കീർത്തനം 23 കാണുക. ശ്രദ്ധിക്കുക. ബാഹ്യരൂപം വഞ്ചനാപരമാകാം. ആളുകൾ യഥാർത്ഥത്തിൽ എങ്ങനെയുള്ളവരാണെന്ന് ബാഹ്യരൂപം വെളിപ്പെടുത്തുന്നില്ല. ശാരീരിക രൂപം ഒരു വ്യക്തിയുടെ മൂല്യമോ സ്വഭാവമോ സമഗ്രതയോ ദൈവത്തോടുള്ള വിശ്വസ്തതയോ നമ്മെ കാണിക്കുന്നില്ല. ധാർമ്മികവും ആത്മീയവുമായ പരിഗണനകൾ ദൈവത്തിന് വളരെ പ്രധാനമാണ്. പ്രിയമുള്ളവരെ, ദൈവം ഹൃദയത്തെ നോക്കുന്നു. തിരുവെഴുത്തിലെ ഹൃദയം ഒരു വ്യക്തിയുടെ ആന്തരികവും ധാർമ്മികവും ആത്മീയവുമായ ജീവിതമാണ്. നാം ചെയ്യുന്നതെല്ലാം നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ് ഒഴുകുന്നതെന്ന് സദൃശ്യവാക്യം 4-ാം അധ്യായം 23-ാം വാക്യം വിശദീകരിക്കുന്നു. ഹൃദയം നമ്മുടെ ശരീരത്തിൻ്റെ കാതലായ ഭാഗമാണ്. നാം ആരാണെന്നതിൻ്റെ ആന്തരിക സത്ത. ഒരു നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിൽ സംഭരിച്ചിരിക്കുന്ന നന്മയിൽ നിന്ന് നല്ല കാര്യങ്ങൾ പുറപ്പെടുവിക്കുന്നു. ഒരു ദുഷ്ടൻ തൻ്റെ ഹൃദയത്തിൽ സംഭരിച്ചിരിക്കുന്ന തിന്മയിൽ നിന്ന് തിന്മകൾ പുറപ്പെടുവിക്കുന്നു. ഹൃദയം നിറഞ്ഞിരിക്കുന്നത് വായി സംസാരിക്കുന്നു. ശ്രദ്ധിക്കുക. അവനെ കണ്ട എല്ലാവർക്കും യൂദാസ് ഇസ്കറിയോത്ത് ഒരു വിശ്വസ്ത ശിഷ്യനെ പോലെയായിരുന്നു. യൂദാസിനുള്ളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് മറ്റ് ശിഷ്യന്മാർക്ക് അറിയില്ലായിരുന്നു. യൂദാസിൻ്റെ ഹൃദയം അറിയാവുന്ന ഒരേ ഒരാൾ യേശുവായിരുന്നു. ഞാൻ നിങ്ങളെ 12 പേരെ തിരഞ്ഞെടുത്തില്ലേ? എങ്കിലും നിങ്ങളിൽ ഒരാൾ പിശാചാണ്. യോഹന്നാൻ 6-ാം അധ്യായത്തിൽ
നാം കാണുന്നു. ദൈവത്തിൻ്റെ വീക്ഷണം നമ്മുടേതിനേക്കാൾ ഉയർന്നതും ആഴമേറിയതും ജ്ഞാനമുള്ളതുമാണ്. 2 ദിനവൃത്താന്തം 16-ാം അധ്യായത്തിൽ പറയുന്നത്, ദൈവത്തിൽ പൂർണ്ണ ഹൃദയമുള്ളവരെ ശക്തിപ്പെടുത്തുന്നതിനായി അവൻ്റെ കണ്ണുകൾ ഭൂമിയിലുടനീളം നിരന്തരം ചുറ്റി നടക്കുന്നു എന്നതാണ്. 9-ാം വാക്യം വായിക്കാം. യഹോവയുടെ കണ്ണ് തങ്കൽ ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവർക്കു വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിലെല്ലായിടവും ഊടാടിക്കൊണ്ടിരിക്കുന്നു. ശ്രദ്ധിക്കുക, ദൈവത്തിന് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഉറ്റുനോക്കുവാനും നമ്മുടെ പ്രചോദനങ്ങൾ പരിശോധിക്കാനും നമ്മളെക്കുറിച്ച് അറിയേണ്ടതെല്ലാം അറിയുവാനും കഴിയും. ദാവീദിൽ ആഴമേറിയതും സ്ഥിരവുമായ വിശ്വാസമുള്ള ഒരു മനുഷ്യനെ കണ്ടു. അവൻ പൂർണ്ണമായും കർത്താവിനോട് പ്രതിബദ്ധനായിരുന്നു. ശക്തിക്കും മാർഗനിർദ്ദേശത്തിനുമായി കർത്താവിൽ ആശ്രയിക്കുന്ന ഒരു മനുഷ്യനെ ദൈവം കണ്ടു. തൻ്റെ പാപവും പരാജയവും തിരിച്ചറിയുകയും അനുദപിക്കുകയും കർത്താവിനോട് ക്ഷമ ചോദിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനെ ദൈവം കണ്ടു. കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനെ ദൈവം ദാവീദിൽ കണ്ടു. തൻ്റെ മുഴുവൻ സത്തയും ഉപയോഗിച്ച് തൻ്റെ കർത്താവിനെ ആരാധിക്കുന്ന, ദൈവത്തിൻ്റെ ശുദ്ധീകരണവും ക്ഷമയും അനുഭവിച്ചറിഞ്ഞ ഒരു മനുഷ്യൻ. സങ്കീർത്തനം 51-ാം അധ്യായം കാണുമ്പോൾ തന്നോടുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കിയവൻ. തൻ്റെ സ്രഷ്ടാവുമായി ആത്മാർത്ഥവും വ്യക്തിപരമായി ബന്ധമുള്ള ഒരു മനുഷ്യനെ ദൈവം കണ്ടു. ദൈവം ദാവീദിൻ്റെ ഹൃദയത്തെ നോക്കിയപ്പോൾ അപ്പസ്തോല പ്രവൃത്തികൾ 13-ാം അധ്യായം 22-ാം വാക്യത്തിൽ, ഞാൻ ഈശായിയുടെ മകനായ ദാവീദിനെ എനിക്ക് ബോധിച്ച പുരുഷനായി കണ്ടു എന്ന് നാം വായിക്കുന്നു. പ്രിയമുള്ളവരെ, ശൗലിനെ നീക്കിയ ശേഷം അവൻ ദാവീദിനെ അവരുടെ രാജാവാക്കി. ശമൂവേൽ പ്രവാചകനെ പോലെ കർത്താവ് കാണുന്ന കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയില്ല. അതിനാൽ ജ്ഞാനത്തിനായി നാം അവനിൽ ആശ്രയിക്കണം. ദൈവം നമ്മുടെ ഹൃദയങ്ങളെ നോക്കുമ്പോൾ അവൻ നമ്മുടെ വിശ്വസ്തത, നമ്മുടെ യഥാർത്ഥ സ്വഭാവം, വ്യക്തികളെന്ന നിലയിൽ നമ്മുടെ മൂല്യം എന്നിവ കാണുന്നുവെന്ന് നാം ഓർക്കുക. നമ്മുടെ ഹൃദയം എങ്ങനെയുള്ളതാകുന്നുവെന്ന് തന്നെത്താൻ ശോധന ചെയ്യുക. ശുദ്ധമായ ഒരു ഹൃദയത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവാം ദൈവമേ, എന്നിലൊരു ശുദ്ധമായ ഹൃദയം സൃഷ്ടിക്കണമേ. എൻ്റെ പാപങ്ങൾ ക്ഷമിച്ച് എന്നെ ശുദ്ധീകരിക്കണമേ. കർത്താവെ, എന്നെ നയിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. അങ്ങ് ആഗ്രഹിക്കുന്ന വ്യക്തിയാകാൻ എന്നെ സഹായിക്കണമേ. എൻ്റെ ഹൃദയത്തെ മാറ്റി എന്നെ അങ്ങയുടെ ഹൃദയത്തെ പോലെയാക്കണമേ. അങ്ങയുടെ സ്നേഹത്തിന് മാറ്റമില്ലാത്ത തിരുവചനങ്ങൾക്കായി നന്ദിയേകുന്നു. യേശുവിൻ്റെ പരിശുദ്ധവും അതിശ്രേഷ്ഠതയേറിയുമായ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ക്രിസ്തുവിലുള്ള നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ.